ഫിലിമിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഒബീട്ടോ അവനാണെങ്കിൽ നയൻ ടെയിൽ ഫോക്സിനെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ ലീഫ് വില്ലേജ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആ ദിവസമാണ് മെനട്ടോയ്ക്കും കുഷീനയ്ക്കും നമ്മുടെ നറൂട്ടോ അവൻ ജനിക്കുക. മെനട്ടോ ആണെങ്കിൽ അവന്റെ ഫോർത്ത് ഹോക്കാകെ പായൊക്കെ ഇട്ട് ആ നയൻ ടെയിലിനെ ചെറുത്ത് നിൽക്കാനും ഒബീട്ടോയെ തല്ലി തോൽപ്പിക്കാനും അങ്ങനെ ടൗണിലേക്ക് കടന്നു വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നറൂട്ടോ ആണെങ്കിൽ വളർന്നിപ്പോ ഒരു ചെറിയ പയ്യനായിരിക്കുകയാണ്. അവനും ടീം 7ഉം കാക്കാഷിയും എല്ലാവരും ചേർന്ന് ഇപ്പോൾ സുക്കി മെമ്പേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നറൂട്ടോ ടീമിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത് ഇപ്പോൾ ഷിക്കമരൂൺ ടീമും അവിടേക്ക് വരും. കിബ, ഷെയ്നോ, സാക്കുറ അങ്ങനെ എല്ലാവരും ചേർന്ന് ഇപ്പോൾ അവരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഫൈറ്റിനൊടുവിൽ നമ്മുടെ ലൂഫി ആണെങ്കിൽ നടന്ന് മുൻപോട്ടേക്ക് പോകും. അടുത്ത നിമിഷം അവന്റെ കാലിൽ പിടിച്ച് ആരോ വലിക്കുകയാണ്. കൺട്രോൾ പോയ നറൂട്ടോ ആണെങ്കിൽ ഇപ്പോൾ അടിച്ച് താഴേക്ക് വീഴും. കാക്കുസയുടെ കൈയാണ് നറൂട്ടോയെ പിടിച്ചു വലിച്ചത്. സായി ആണെങ്കിൽ ആ ഒരു കൈ അതങ്ങനെ വെട്ടിക്കളയാണ്. അടുത്ത നിമിഷം അക്കട്സുക്കി ടീം അവരെല്ലാവരും ഇൻവിസിബിൾ ആവുകയാണ്. കാക്കാഷി ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഹൊക്കാഗെ ആൻറ്റി ഇൻഫോം ചെയ്യും. അവർക്കാണെങ്കിൽ വലിയ ഷോക്ക്. ഓ നോ, ഓൾറെഡി നമ്മൾ അവരെ എല്ലാവരെയും ഡിഫീറ്റ് ചെയ്തതല്ലേ, വീണ്ടും അവരെങ്ങനെ തിരികെ എത്തിയെന്ന് പറഞ്ഞ് അവിടേക്ക് കൊണ്ടുവന്ന ആ കൈ അത് അവള് റിസർച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ഫൈറ്റ് എല്ലാം കഴിഞ്ഞ ക്ഷീണത്തിൽ ഇപ്പൊ പരസ്പരം ഹാപ്പി ആയിട്ട് സംസാരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സാക്കുറയാണെങ്കിൽ അവളുടെ പാരന്റ്സിനോട് ദേഷ്യപ്പെടുകയാണ്. അതുകൊണ്ട് നറൂട്ടോ അവളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അവൾ ദേഷ്യപ്പെട്ടു പറയും, ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്റർ ആണ്, ഒരു കാരണവശാലും നീ ഇതിൽ ഇടപെടാനായിട്ട് പാടില്ല. ഒരുപാട് വിഷമത്തോടു കൂടെ നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ സായുടെ അടുത്തേക്ക് വരും. എല്ലാവർക്കും ഫാമിലി ഉണ്ട്, എനിക്ക് നിനക്കും ഫാമിലി ഇല്ല. പക്ഷെ കുഴപ്പമില്ല, ഈ ലീഫ് വില്ലേജ് തന്നെ നമ്മുടെ ഫാമിലി അല്ലേ ചോദിച്ച് അവരങ്ങനെ ക്യാഷ്വലായിട്ട് നടന്നു പോകും. അല്പസമയം കഴിഞ്ഞ് അവർ രണ്ടുപേരും പിരിഞ്ഞ് ഇപ്പൊ നറൂട്ടോ ആണെങ്കിൽ ഒറ്റയ്ക്ക് നടന്നു വരികയാണ്. ഓരോ ഭാഗത്തും ഓരോരുത്തരുടെ ഫാമിലിയെ കാണുമ്പോൾ അവൻ ഒരുപാട് വിഷമം തോന്നും. അവൻ ഒരു സെക്കൻഡ് അവന്റെ ഫാമിലിയെ കുറിച്ച് ചിന്തിച്ച് ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് ഒന്ന് ഡോർ തുറക്കുകയാണ്. അവിടെ ആരുമില്ല. മെസ്റ്റപ്പ് ആയിട്ടുള്ള ഒരു വീട്ടിൽ അവൻ ഒറ്റയ്ക്ക് കഴിയാണ്. അല്പസമയം കഴിഞ്ഞ് അവൻ എറൂക്ക സെൻസൈയുടെ അടുത്തേക്ക് വന്ന് ജൊനീൻ ആവാനുള്ള ആപ്ലിക്കേഷൻ അതെനിക്ക് റെഡിയാക്കി തരാമോ എന്ന് ചോദിക്കും. അതിനാൾ പറയും, ഇതുവരെ പ്രോപ്പറായിട്ട് ഒരു ഡിഗ്രി പോലും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ആദ്യം ബേസിക് ഡിഗ്രി നീ കംപ്ലീറ്റ് ആക്കണം, അതിനുശേഷം മാത്രമേ ആ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് നിനക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റൂ. നറൂട്ടോ ആണെങ്കിൽ ഒരു സെക്കൻഡ് അവന്റെ പപ്പയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ആലോചിക്കും. എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുമ്പോൾ അവിടെ ആരുമില്ല, ഞാൻ അവിടെ തനിച്ചാണ്. ആക്ച്വലി ഇറൂക്ക സെൻസായി നിങ്ങളുടെ അവസ്ഥയും അങ്ങനെ തന്നെ അല്ലേ? അത് കേട്ട് ഇറൂക്ക സെൻസായിക്കാണെങ്കിൽ ടെൻഷൻ ആവുകയാണ്. ഉടനെ നറൂട്ടോ ആ ടോപ്പിക്ക് അത് ചേഞ്ച് ചെയ്യും. ആ സമയം ഷെഫ് ആണെങ്കിൽ ഇപ്പൊ നറൂട്ടോയ്ക്ക് ഒരു ഫുഡ് കൊടുക്കും. അവൻ ആ ഫുഡ് കണ്ട് ടെൻഷൻ ആവും. ഞാൻ ഓർഡർ ചെയ്തത് ഈ ഫുഡല്ല, നിങ്ങൾ തന്നത് തെറ്റായ ഫുഡാണ്. അതിന് ആ ഒരു ഷെഫ് പറയും, ആക്ച്വലി ഇതാണ് ഇവിടുത്തെ നമ്പർ 1 ഫുഡ്. സോ നീ ഇതൊരു തവണ ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും കഴിക്കും. പക്ഷേ നറൂട്ടോയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടില്ല. അവനാളെ ചീത്ത പറയാനായിട്ട് തുടങ്ങുകയാണ്. ഉടനെ ഇറൂക്ക സെൻസായി അവനെ തടയും. അതിനുശേഷം അവർ രണ്ടുപേരും 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഷെഫ് ആണെങ്കിൽ അവർ രണ്ടുപേരെ പിടിച്ചു മാറ്റും. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്യരുത്, പുറത്തു പോയി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫൈറ്റ് ചെയ്യാം. അത് കേട്ട് നറൂട്ടോ ആണെങ്കിൽ കുറച്ച് പണം ഷെഫിന് കൊടുത്ത് അവിടുന്ന് കടന്നു പോവാണ്. അവൻ ഓർഡർ ചെയ്ത ഫുഡിന് അതിലും വില കൂടുതലാണ്. ബാക്കി പണം അത് ഇറൂക്ക സെൻസായി കൊടുക്കും. നറൂട്ടോ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ നടന്നു വരികയാണ്. അതേസമയം ഇവിടെ സാക്കുറ അവളാണെങ്കിൽ അവളുടെ പാരന്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവൾ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ നടന്നു വരുന്ന നറൂട്ടോയെ കണ്ട് അവളാണെങ്കിൽ അവനുമായി ഒരു പാർക്കിലേക്ക് കടന്നു വരും. അതിനുശേഷം വീട്ടിലുണ്ടായിരുന്ന ഇഷ്യൂ എല്ലാം തന്നെ സാക്കുറയാണെങ്കിൽ ഇപ്പൊ നറൂട്ടോട് പറയും. നറൂട്ടോ ആണെങ്കിൽ അവളോട് പറയും, നിനക്ക് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പാരൻസ് ആണുള്ളത്, ഒരു കാരണവശാലും അപ്രകാരം അവരോട് പെരുമാറാൻ പാടില്ലായിരുന്നു. പാരൻസ് ഇല്ലാത്തവരുടെ വേദന അത് നിനക്കറിയില്ല. അത് കേട്ട് സാക്കുറ ഫുൾ കലിപ്പില് എന്നോട് ദേഷ്യപ്പെട്ടു പറയും, നിനക്കൊരു കാരണവശാലും എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവില്ല. നിന്റെ സ്ഥാനത്ത് സാസുക അവനായിരുന്നെങ്കിൽ എൻ്റെ ഫീലിങ്സ് അത് മനസ്സിലാക്കിയേനെ. അവളത് പറയുന്ന അതേ സമയം ഇപ്പൊ നറൂട്ടോയുടെ കാലില് ഒരു പ്രത്യേകതരം ടാറ്റു ക്രിയേറ്റ് ആവുകയാണ്. അവര് തിരിഞ്ഞു നോക്കും. ദൂരത്തായിട്ട് ഒബീട്ടോ അവനൊരു പ്രത്യേകതരം പവർ ഉപയോഗിക്കുകയാണ്. നറൂട്ടോ റസൻഗൺ പവർ ക്രിയേറ്റ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവൻ സടി ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിഞ്ഞ് തെന്നി മാറുകയാണ്. നറൂട്ടോ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യുന്നു മനസ്സിലാക്കി അവനൊരു പ്രത്യേകതരം പവർ ഉപയോഗിച്ച് അവിടുന്ന് ഇൻവിസിബിൾ ആയി തീരും. അവർ രണ്ടുപേരും വണ്ടറടിച്ച് തിരിഞ്ഞു മറിഞ്ഞു നോക്കും. അവനെ കാണാനുണ്ടാവില്ല. സമയം കഴിഞ്ഞ് മെനട്ടോ ആൻഡ് ടീം അവരിപ്പോ അവിടേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ സംഭവിച്ചതെല്ലാം ഇപ്പൊ അവരോട് പറയും. പക്ഷെ അവർക്കാണെങ്കിൽ അത് വിശ്വാസം ആവില്ല. ഇവിടെ കിബയും അവന്റെ പട്ടിക്കുട്ടിയും അവർ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ്. നറൂട്ടോയും സാക്കുറയും നടന്ന കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവരത് വിശ്വസിക്കാൻ തയ്യാറാവാതെ പരസ്പരം തർക്കിക്കുകയാണ്. തർക്കത്തിന്റെ അവസാനം
നറൂട്ടോയും സാക്കുറയും അവർ രണ്ടുപേരും അവിടുന്ന് ഓടി ദൂരേക്ക് പോകും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ രണ്ടുപേരും ഓടി ഷിക്കമരുവാൻ ടീമിന്റെ അടുത്തേക്കായിരിക്കും വരിക. നറൂട്ടോയും സാക്കുറയും ആണെങ്കിൽ ഒബീട്ടോയെ കുറിച്ചുള്ള കാര്യം അവരോട് പറയാണ്. അവർക്കാണെങ്കിൽ അത് കേട്ട് വിശ്വസിക്കാനേ കഴിയില്ല. അങ്ങനെ കാര്യങ്ങൾ പറയുന്ന അതേ സമയം ഇപ്പൊ സാസുക അവൻ സ്റ്റൈലായിട്ട് അവിടേക്ക് കടന്നു വരും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഹോട്ട് സ്പ്രിംഗില് സാക്കുറയും ടീമും അവരാണെങ്കിൽ കാഷ്വലായിട്ടും സീരിയസ് ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചെക്കന്മാര് അവരും അവരുടെ കുളി സ്റ്റാർട്ട് ചെയ്യും. ഷിനോ ആണെങ്കിൽ നറൂട്ടോടെ ചുക്കാമണി നോക്കി അവനെ കളിയാക്കുകയാണ്. അത് കണ്ട് നറൂട്ടോ ആണെങ്കിൽ നൈസായിട്ട് ഹൈഡ് ചെയ്ത് അവനിപ്പോ ഷിനോയെ കളിയാക്കാൻ തുടങ്ങും. ഓരോ ഭാഗത്തും ഇപ്പൊ ഓരോരുത്തർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കളിയാക്കിയും വെള്ളം കോരി എറിഞ്ഞും ഒക്കെ എൻജോയ് ചെയ്യും. ഇവിടെ നെജി ആണെങ്കിൽ അവന്റെ വ്യാഹു കണ്ണ് അതുപയോഗിച്ച് പെമ്പിള്ളേർ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുകയാണ്. അത് കറക്റ്റായിട്ട് തൂക്കിയ പെമ്പിള്ളേരാണെങ്കിൽ അവനെ ചീത്ത വിളിക്കും. റോക്ലി ആണെങ്കിൽ ട്രെയിനിങ് എടുത്ത് ഗേൾസ് കുളിക്കുന്ന ആ ഒരു ഹോട്ട് സ്പ്രിംഗിലേക്ക് ചാടി വീഴാണ്. അതിനവര് അവനെ പിടിച്ചു വലിച്ച് അറഞ്ച പുറഞ്ച അടിക്കും. ഉടനെ ബാക്കിയുള്ള ബോയ്സ് അവിടേക്ക് വന്ന് ഇപ്പൊ ഗേൾസുമായിട്ട് പൊരിഞ്ഞു തർക്കം. ആ ഗ്യാപ്പില് ലീ ആണെങ്കിൽ രക്ഷപ്പെട്ടു പോവാണ്. പക്ഷെ ഗേൾസ് വിടാതെ അവനെ ഫോളോ ചെയ്ത് പിടിക്കും. കുറെ ആണെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴായിരിക്കും അവന്റെ ഡ്രസ്സിൽ എന്തോ ഒന്ന് ഡിഫറെന്റ് ആയിട്ട് അവൾക്ക് ഫീൽ ചെയ്യുക. അവൾ ആ ഡ്രസ്സ് പിടിച്ച് വലിച്ചു കീറും. അതിന്റെ ഉള്ളിൽ ടെൻറ്റന്റെ ഡ്രസ്സാണ് അവൻ ഇട്ടിരിക്കുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ സാക്കുറയും നറൂട്ടോയും അവർ രണ്ടുപേരും അല്പസമയം ആ സ്റ്റോൺ ഫേസിന്റെ അവിടെ ഇരുന്ന് സംസാരിക്കും. പിന്നീട് അവർ പിരിഞ്ഞ് സാക്കുറയാണെങ്കിൽ ഒരു ലേഡി അവളുടെ പാരൻസിന് കൊടുത്ത ഫുഡ് അതും കളക്ട് ചെയ്ത് വീട്ടിലേക്ക് പോവാണ്. നറൂട്ടോ ആണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് വരും. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവന്റെ വീട്ടിൽ മറ്റൊരു ലേഡി. അവരാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഇതെന്റെ വീടാണ്, മര്യാദയ്ക്ക് നീ ഇവിടുന്ന് കടന്നു പോകണം. നറൂട്ടോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ വണ്ടറടിച്ച് നിൽക്കുന്ന സമയത്ത് അവര് കയ്യിൽ കിട്ടിയ പാത്രങ്ങളും കുപ്പിയും എല്ലാം തന്നെ അവന്റെ നേർക്ക് വലിച്ചെറിയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ അക്കട്സുക്കി മെമ്പേഴ്സും മാതറയും അവരാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യാണ്. വേറൊരു ഭാഗത്ത് വേറൊരു വില്ലൻ ഫേസ് ഒക്കെ കവർ ചെയ്ത് ഒരു ഷിനോബിയെ അടിച്ചു വീഴ്ത്തി വലിച്ചഴച്ച് കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മാധുരയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് അവനോട് സംസാരിക്കും. നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, എന്റെ പവർ നിനക്ക് തരാമെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ സാക്കുറ അവളാണെങ്കിൽ പുതിയ ഡ്രസ്സ് എടുക്കാനായിട്ട് ഷെൽഫിൽ നോക്കുമ്പോഴായിരിക്കും ഹൊക്കാഗയുടെ ഡ്രസ്സ് അവളുടെ ഷെൽഫിൽ കാണുക. മാത്രമല്ല വിൻഡോയുടെ ഭാഗത്തായിട്ട് അവൾ സാസുകയെ കാണും. സാസുകയാണെങ്കിൽ ഒരു ഫ്ലവർ ഒക്കെ അവൾക്ക് കൊടുത്ത് അങ്ങനെ കൊഞ്ചി കൊഴിഞ്ഞ് സംസാരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് സാക്കുറ അവൾ നറൂട്ടോയുടെ അടുത്തേക്ക് വരും. വീട്ടിൽ പോകാൻ കഴിയാത്ത വിഷമത്തിൽ നറൂട്ടോ അങ്ങനെ തല താഴ്ത്തിയിരിക്കുകയാണ്. സാക്കുറയെ കാണേണ്ട താമസം അവൻ നടന്നതല്ല സാക്കുറയോട് പറയും. അവൾക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് ചിരി വരികയാണ്. അവനെ നോക്കി കളിയാക്കി അവൾ പൊട്ടിച്ചിരിക്കാനായിട്ട് തുടങ്ങും. അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, ഓ നിനക്കിതെല്ലാം തമാശയായിട്ട് തോന്നിയല്ലേ, ഇതെനിക്ക് മാത്രമല്ല നിന്നെയും നാളെ ബാധിക്കും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഒരു ഭാഗത്ത് സായി ആണെങ്കിൽ കാര്യമായിട്ട് ചിത്രം വരയ്ക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഷിനോ അവനാണെങ്കിൽ ഈച്ചകളുമായിട്ട് ഒരിഞ്ഞ പോരാട്ടത്തിൽ. സാക്കുറയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഫാൻസ് ഉണ്ട്. കുട്ടികളെല്ലാം തന്നെ വളരെ സ്നേഹത്തിൽ അവളോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ മാധുര ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് എത്ര വേഗം നറൂട്ടോയെ കൊന്ന് ആ 9 Tail ഫോക്സിന്റെ പവർ അത് സ്വന്തമാക്കണമെന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ നറൂട്ടോയും സാക്കുറയും അവർ രണ്ടുപേരും ഹൊക്കാഗെ ആന്റിയുടെ അടുത്തേക്ക് വരികയാണ്. ഹൊക്കാഗെ ആന്റി പറയും, ഗ്രാമത്തിൽ അൺയൂഷ്വലായിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആരോ ഇപ്പൊ ഗ്രാമത്തിലേക്ക് കയറി പറ്റിയിരിക്കുകയാണ്. മാസ്ക് ഇട്ട ആരോ ഇവിടെയുള്ള ഷിനോബികളുടെ പവറൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. ആ സ്ക്രോളിന്റെ പവർ അതുപയോഗിച്ച് മാത്രമേ അവനെ പിടിക്കാനായിട്ട് പറ്റൂ. അടുത്ത നിമിഷം മിനട്ടയും ഗുഷീനയും അവർ രണ്ടുപേരും അവിടേക്ക് വന്ന് നറൂട്ടോയുടെ മുഖത്ത് ആഞ്ഞു പഞ്ച് ചെയ്യാണ്. അതിനുശേഷം ജെറയ മാമൻ ആ ഒരു സ്ക്രോള് അതെടുക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് ഇപ്പൊ അവന് പറഞ്ഞു കൊടുക്കും. ആന്റി ആണെങ്കിൽ ആ ഒരു സ്ക്രോള് അത് കണ്ടുപിടിക്കാനുള്ള മിഷൻ ഇപ്പൊ നറൂട്ടോയ്ക്കും സാക്കുറയ്ക്കും കൊടുക്കും. അവർ രണ്ടുപേരും അത് ഏറ്റെടുത്ത് പുറത്തേക്ക് വരികയാണ്. സാക്കുറയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ടയർഡായി ഇപ്പൊ ഒത്തിരി ഫുഡൊക്കെ കഴിക്കുകയാണ്. അതേസമയം നറൂട്ടോ ആണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് വന്ന് ഡോറൊക്കെ ക്ലോസ് ചെയ്ത് അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. മിനട്ടോ ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ അവനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതിനവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും ഞാൻ വരില്ല, നിങ്ങൾ രണ്ടുപേരും എന്റെ റിയൽ പപ്പയും അമ്മയോ അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. അതിൽ കൺട്രോൾ പോയ നറൂട്ടോയുടെ അമ്മയാണെങ്കിൽ ആ ഡോർ തകർത്ത് അകത്തേക്ക് വന്ന് അവനെ പിടിച്ചു വലിച്ച് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവരും. വേറെ വഴിയില്ലാതെ അവനും ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇതാണെങ്കിൽ അല്പം ഫുഡൊക്കെ കഴിച്ച് വീണ്ടും അവന്റെ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ അവന്റെ പപ്പയും അമ്മയും ായിട്ട് സ്പെൻഡ് ചെയ്ത കുറെ ഹാപ്പി മൊമെന്റ്സിന്റെ ഫോട്ടോസ് അവൻ ഒരു ആൽബത്തിൽ കാണും. അവനാണെങ്കിൽ ആ ആൽബങ്ങൾ ഒന്നൊന്നായിട്ട് മറച്ചു നോക്കുകയാണ്. മിനട്ടോ ആണെങ്കിൽ നറൂട്ടോട് ചോദിക്കും, നിനക്ക് ആ പഴയ മെമ്മറീസ് അതൊക്കെ ഓർമ്മയുണ്ടോ? സത്യത്തിൽ അതൊരു അടിപൊളി കാലഘട്ടമായിരുന്നു എന്ന് പറയും. പക്ഷെ നറൂട്ടോ അതിനെക്കുറിച്ച് യാതൊരു ഓർമ്മയില്ല. നെക്സ്റ്റ് ഡേ അവരെല്ലാവരും ഇപ്പോൾ ഒരു മിഷന് പോകാൻ തയ്യാറെടുക്കുകയാണ്. നറൂട്ടോയുടെ അമ്മയാണെങ്കിൽ ഇപ്പോൾ സാക്കുറയെ ചൂണ്ടിക്കാണിച്ച് അവനോട് ചോദിക്കും, നിനക്ക് ആ പെൺകുട്ടിയെ കുറച്ച് ഇഷ്ടമാണല്ലേ, നിന്നെ അവളെ കറക്കിയെടുക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. അത് നറൂട്ടോ ഷീനയുടെ കൈ
അത് തട്ടി മാറ്റി അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ഇവിടെ മാധുറാണ് ടീം. മാധുരയാണെങ്കിൽ ആ മാസ്ക് മാനോട് പറയും, നിനക്ക് വലിയൊരു പ്രശ്നം അത് വരാനായിട്ട് പോവാണ്, നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഈ സമയത്ത്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ മാസ്ക് മാനെ കുറിച്ച് അന്വേഷിച്ച് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ നറൂട്ടോ അവൻ ആ സ്ക്രോൾ അന്വേഷിച്ച് പോയി ജെറയമാമൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ട്രാപ്പിൽ ചെന്ന് വീഴും. അടുത്ത നിമിഷം അമരൻ ജിപ്സോ അവേക്കനായി ആ ജയന്റ് തവളകൾ അവറ്റകൾ അവിടേക്ക് വരും. മിനട്ടോ ആണെങ്കിൽ ആ തവളകളോട് പറയും, ഞങ്ങൾക്ക് ആവശ്യം ജെറയ ആൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്ക്രോളാണ്, അത് കണ്ടെത്താൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. തവളകളാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ആ സ്ക്രോള് നിങ്ങൾക്ക് വിട്ടു തരില്ല, അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. സോ നിങ്ങൾ ഇപ്പൊ തന്നെ മടങ്ങി പോകണം. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് കാര്യം പിടികിട്ടും, ഇവരോട് മര്യാദയ്ക്ക് ചോദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, സോ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അത് കണ്ട ലൂഫി ആണെങ്കിൽ ആ മെയിൻ തവളയുടെ മുകളിൽ കയറി ഇരുന്ന് ഇപ്പൊ സേജ് പവറിലേക്ക് പോവാണ്. വേറൊരു തവള നറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട കുഷീന ആണെങ്കിൽ ആ തവളെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ ആ പോരാട്ടത്തില് കുഷീനയ്ക്ക് പരിക്ക് പറ്റും. മിനട്ടോ ആണെങ്കിൽ കുഷീനയെ സേവ് ചെയ്ത് ഇപ്പൊ നറൂട്ടോയുടെ കയ്യിൽ ഏൽപ്പിക്കും. ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം, കുഷീനയെ നീ ശ്രദ്ധിക്കണം. അതിനുശേഷം മിനട്ടോ അവൻ ആ ഒരു ജിപ്സു അത് അൺഡു ചെയ്ത് സ്ക്രോള് പുറത്തേക്ക് കൊണ്ടുവരാണ്. നറൂട്ടോയ്ക്കാണെങ്കിൽ മിനട്ടോയോടും കുഷീനയോടും ഒരുപാട് കുറ്റബോധം തോന്നും. അവർ രണ്ടുപേരും ഇപ്പൊ നറൂട്ടോയെ ചേർത്ത് പിടിക്കും. കട്ട് ചെയ്ത കളക്ട് ചെയ്ത കണ്ടെത്തിയ ആ ഒരു സ്ക്രോള് അത് അവർ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഹൊക്കാഗെ ആന്റിയുടെ കയ്യിൽ ഏൽപ്പിക്കും. അവളത് സേഫായി ഒരു സ്ഥലത്ത് വെക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോ ആണെങ്കിൽ തിരികെ അവന്റെ വീട്ടിലേക്ക് വരികയാണ്. അവന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഹാപ്പി ആയിട്ട് അവനെ സ്വീകരിക്കും. മറ്റൊരു ഭാഗത്ത് സാക്കുറ അവളാണെങ്കിൽ അവളുടെ വീട്ടിൽ ഒറ്റപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെ കഴിയാണ്. അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോഴാണെങ്കിൽ സാസുക അവൻ ഒരുപാട് പെൺകുട്ടിയുടെ കൂടെ ഫ്ലേർട്ട് ചെയ്യുന്നത് കാണും. സാക്കുറ ആണെങ്കിൽ അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ നറൂട്ടോയുടെ വീട്ടിലേക്ക് വരും. നറൂട്ടോ ആണെങ്കിൽ അവന്റെ പാരന്റ്സുമായി അവിടെ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാണ്. അവള് അവന്റെ സന്തോഷം കണ്ട് ആ സ്റ്റോൺ ഫേസിന്റെ ഭാഗത്തേക്ക് വരും. കുറച്ച് കഴിയുമ്പോൾ നറൂട്ടോയെ അവിടേക്ക് എത്തും. അവർ രണ്ടുപേരും പരസ്പരം ഒന്നും പറയാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ഹൊക്കാഗെയുടെ മാൻഷന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു പൊട്ടിത്തെറി ശബ്ദം കേൾക്കുക. അവർ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോവും. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത മാധുരയും മാസ്ക് മാനും ഒരുപാട് ബീസ്റ്റുകളും അവറ്റകളെല്ലാം തന്നെ ഇപ്പോൾ ഹൊക്കാഗെയുടെ മാൻഷൻ അത് ലക്ഷ്യമാക്കി വരികയാണ്. ആ മാസ്ക് മാനാണെങ്കിൽ ഇപ്പോൾ ബീസ്റ്റുകൾ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. നറൂട്ടോയും സാക്കുറയും അവർ രണ്ടുപേരും അവരോട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം ഒരുപാട് വില്ലന്മാര് അവിടേക്ക് ഒഴുകി എത്തുകയാണ്. എല്ലാവരും ചേർന്ന് അവിടെ ഒരിഞ്ഞ അട്ടിയിടി ബഹളം. ആ വില്ലന്മാരാണെങ്കിൽ വലിയൊരു റെസണന്റ് പവർ പോലെ എന്തോന്ന് ക്രിയേറ്റ് ചെയ്ത് അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ക്രിയേറ്റ് ചെയ്യും. മിനട്ടോ അവനാണെങ്കിൽ ആ സ്ക്രോള് സുരക്ഷിതമായി കൈ പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം മിനട്ടോ ആണെങ്കിൽ ഇപ്പൊ ഒബീട്ടോ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ അവരുടെ അടുത്തേക്ക് പോവാണ്. അവർ രണ്ടുപേരും വമ്പൻ ആക്ഷനും ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് റിയൽ വേൾഡ് കാണിക്കും. അവിടെയാണെങ്കിൽ മിനട്ടോയും ഒബീട്ടോയും തമ്മിൽ ഫൈറ്റ് ചെയ്യാണ്. ആ സമയം നയൻടെയിൽ ഫോക്സിന്റെ പാതി പവർ അത് സീൽ ചെയ്ത് നറൂട്ടോയുടെ ബോഡിയിലേക്ക് ആക്കുകയാണ്. ഒരുപാട് പരിക്കുകൾ പറ്റി മരണത്തെ മുൻപിൽ കണ്ട ആ ഒരു സമയം അവർക്ക് അവസാനമായിട്ട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നറൂട്ടോട് പറഞ്ഞേൽപ്പിച്ച് അവരങ്ങനെ ഇല്ലാതാവുകയാണ്. കട്ട് ചെയ്ത ഇവിടെ മാധുര അവനാണെങ്കിൽ ഇപ്പൊ സാക്കുറയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. പ്രസന്റിൽ നറൂട്ടോ ആണെങ്കിൽ അവന്റെ പപ്പ മിനട്ടോടെ ആ ഒരു സ്ക്വാഡ് കയ്യിലെടുത്ത് ഇതുവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടേക്ക് പാഞ്ഞടുക്കുകയാണ്. അടുത്ത നിമിഷം ആ മാസ്ക് മാൻ അവൻ അവിടേക്ക് വന്ന് ഇപ്പൊ നറൂട്ടോയുടെ കയ്യിലുള്ള സ്ക്രോൾ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴായിരിക്കും അക്കട്സുക്കി മെമ്പേഴ്സ് അവരവിടേക്ക് വരിക. നറൂട്ടോ ആണെങ്കിൽ അവറ്റകളെ നോക്കും. ഓ, ഇതെല്ലാം നിങ്ങളുടെ പ്ലാൻ ആയിരുന്നു അല്ലേ. അടുത്ത നിമിഷം ഹിറ്റാച്ചി ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ സാക്കുറയെ സേവ് ചെയ്യാണ്. അവൾക്കും നറൂട്ടോയ്ക്കും ഭയങ്കര അത്ഭുതം. കാരണം അക്കട്സുക്കി മെമ്പർ ആയിട്ടുള്ള ഹിറ്റാച്ചി അവനെങ്ങനെ സാക്കുറെ അവളെ സേവ് ചെയ്യുന്നു ചിന്തിക്കും. നറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ വയറ്റിൽ ഒരു വൈബ്രേഷൻ അത് അനുഭവപ്പെടുകയാണ്. പക്ഷെ അവനതൊന്നും ബോധർ ചെയ്യാതെ ഇപ്പോ ആ മാസ്ക് മാനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. നറൂട്ടോയുടെ ബോഡിയിലെ ആ ഒരു വൈബ്രേഷൻ കൂടി അവൻ താഴേക്ക് വീഴും. അതേസമയം ആ മാസ്ക് മാന്റെ മാസ്ക് തകർന്ന് അവന്റെ റിയൽ രൂപം അത് പുറത്തേക്ക് വരികയാണ്. അവന്റെ പേരാണ് വെന്മ. വെന്മയാണെങ്കിൽ അവന്റെ ബീസ്റ്റുകളെ മുഴുവൻ അബ്സോർബ് ചെയ്തെടുത്ത് ആ പവർ ഉപയോഗിച്ച് ഇപ്പൊ നറൂട്ടോ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. സാക്കുറയാണെങ്കിൽ നറൂട്ടോയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഹിറ്റാച്ചിയാൻ ടീമാണെങ്കിൽ അവളെ സേവ് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോവാണ്. നറൂട്ടോ ആണെങ്കിൽ അവന്റെ കുറാമയെ അൺസീൽ ചെയ്യാണ്. ഉടനെ വെൺമയുടെ കുറാമയും നറൂട്ടോയുടെ കുറാമയും ആ രണ്ട് കുറാമകൾ തമ്മിൽ ഏറ്റുമുട്ടും. നറൂട്ടോ ആണെങ്കിൽ വെൺമയെ അങ്ങനെ തല്ലി കൊല്ലുകയാണ്. അടുത്ത നിമിഷം മാധുര അവൻ അവിടേക്ക് വന്ന് വെൺമയുടെ ശരീരത്തിലേക്ക് കയറി പറ്റുകയാണ്. അടുത്ത നിമിഷം അവന്റെ കണ്ണിൽ ശരീരം കണ്ണ് അത് അവേക്കനായി അവൻ ചാടി എഴുന്നേക്കും. നറൂട്ടോ ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള സ്ക്രോള് അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ മാധുര തട്ടിത്തെറിപ്പിക്കും. നറൂട്ടോ അറിയാതെ അവന്റെ കണ്ണിലേക്ക് നോക്കും. അവന്റെ പവറിൽ പെട്ടുപോയി നറൂട്ടോ അങ്ങനെ ബോധം കെട്ട് താഴേക്ക് വീഴും.
വീഴുകയാണ്. ആ ഗ്യാപ്പിൽ മാതുര ഇപ്പൊ നയൻ ടൈലിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ ശ്രമിക്കും. അടുത്ത നിമിഷം കുറെ അവിടേക്ക് ചാടി വന്ന് മാതുരയെ ചവിട്ടി തെറിപ്പിക്കും. അല്പസമയം കഴിഞ്ഞ് നറൂട്ടോ ആണെങ്കിൽ കണ്ണു തുറക്കും. അവന്റെ തൊട്ട് മുൻപിൽ ആ സ്ക്രോള് കാണും. അവൻ ആ സ്ക്രോള് കയ്യിലെടുത്ത് അവന്റെ മാസ്റ്റർ ജിറയ്യ ആൾ ട്രെയിനിങ് കൊടുത്തതുപോലെ ക്ലൗൺസുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവൻ ആ റെസ്ട്രഗൺ പവർ അത് ക്രിയേറ്റ് ചെയ്ത് മാതുരയെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ നേർക്ക് ചാടി വരും. അവിടെയാണെങ്കിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. നറൂട്ടോ അവന്റെ കയ്യിലുണ്ടായിരുന്ന മിനട്ടോടെ സ്ക്വാഡ് അത് അവന്റെ കണ്ണിൽ കുത്തി ഇറക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ പെന്മേയുടെ അടുത്തേക്ക് ഇപ്പം നറൂട്ടോയുടെ പാരൻസ് വന്ന് അവനെ അങ്ങനെ ഉയർത്തിയെടുക്കുകയാണ്. ഇവിടെ നറൂട്ടോയും സാക്കുറയും അവർ റിയൽ വേൾഡിലേക്ക് പോകാൻ തയ്യാറെടുക്കും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പം നറൂട്ടോയും സാക്കുറയും അവർ റിയൽ വേൾഡിലേക്ക് വരും. മറ്റൊരു ഭാഗത്ത് സെഡ്സുവും മാതുരയും അവർ രണ്ടുപേരും അങ്ങനെ പരസ്പരം നോക്കി നമുക്ക് ആ നയൻ ടൈലിനെ അതിന് നഷ്ടമായെന്ന് പറയും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നറൂട്ടോയും സാക്കുറയും അവരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഹൊക്കാഗെ ആന്റിയോട് പറഞ്ഞ് അതിനുശേഷം തിരികെ വരികയാണ്. സാക്കുറ ദൂരത്തായിട്ട് അവളുടെ പാരൻസിനെ കണ്ട് നറൂട്ടോ ആണെങ്കിൽ സാക്കുറ അവളുടെ പാരൻസുമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ആ മൊമെന്റ്സ് നോക്കി നിൽക്കും. അതിനുശേഷം അവൻ തെരുവീതികളിലൂടെ നടന്നു വരികയാണ്. ഒരുപാട് പേര് അവരുടെ പാരൻസുമായി ഹാപ്പി ടൈം സ്പെൻഡ് ചെയ്യാണ്. അവൻ ഒരു സെക്കൻഡ് അവൻ്റെ പപ്പയുടെ പ്രതിമയിലേക്ക് തന്നെ ഒന്ന് നോക്കി നിൽക്കും. അതിനുശേഷം അവൻ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരും. എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഇന്ന് ഈ ലോകത്ത് ആരുമില്ല, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമത്തിൽ അവൻ ഡോർ തുറക്കും. അടുത്ത നിമിഷം അവനൊരു വമ്പൻ സർപ്രൈസ് കൊടുത്തുകൊണ്ട് സാക്ഷാൽ ഇറൂക്ക മാസ്റ്റർ ആളൊരു കേക്കുമായിട്ട് അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കണ്ട് നറൂട്ടോ അവൻ ഫുൾ ഹാപ്പിയായി അദ്ദേഹത്തെ നോക്കി ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു ഫിലിമും അവസാനിക്കുന്നു.